കോൾഗറ്റ് അല്ല ചേച്ചി. ജീൻസ് കട്ടയും കൊണ്ടുവന്നിരിക്കാട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് എല്ലാവർക്കും നമസ്കാരം. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ എണിച്ചിട്ടേ ഉള്ളൂ. അപ്പം ഇന്ന് ചെറിയൊരു ബിസി പിടിച്ച ദിവസമാണ്, ബിസി ഡേ ആണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫ്രഷ് ആവാമെന്ന് വിചാരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു പഴയൊരു കഴിഞ്ഞ ഒരു കമ്പനി ഞാൻ കണ്ടു. ഇത് പേസ്റ്റ്, കോൾഗറ്റ് അല്ല ചേച്ചി, പേസ്റ്റ് ആണെന്ന്. ഓക്കെ, യെസ് കറക്റ്റ്. കമ്പനി ഞാൻ കണ്ടു. ആക്ച്വലി ഇതുണ്ടല്ലോ, ഞാനുണ്ടല്ലോ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ഇപ്പോൾ ക്ലോസപ്പ് ആയാലും ശരി, ഈ ഇത് എന്താണ് റെഡ്, ഇപ്പം ഞാനിപ്പോൾ കറണ്ട് യൂസ് ചെയ്യണ പേസ്റ്റ് ആണെങ്കിലും ശരി, അതേപോലെ കുറേ പേസ്റ്റ് ഉണ്ടാവില്ല. എനിക്ക് ഫുൾ ഞാൻ കോൾഗറ്റേ പറയുള്ളൂ. കാരണം എന്നിട്ട് ഞാൻ അങ്ങനെ കുട്ടിക്കാലം മുതൽ കോൾഗറ്റ് എന്നത് ബ്രെയിനിൽ ഫിക്സ് ചെയ്ത കാരണം ഞാൻ എന്ത് പേസ്റ്റ് എടുത്താലും കോൾഗറ്റ് അല്ലേ. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല, പക്ഷെ ഞാൻ പറയുന്നത് കോൾഗറ്റ് എന്തല്ലേന്ന്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അത് കോൾഗറ്റ് അല്ല, പേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി മുതൽ ഞാൻ പേസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഫ്രഷ് ആവാൻ പോവാണ്. ബ്രഷ് ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് ബിസി പിടിച്ച ഡേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒന്ന് കുറച്ച് ആഫ്റ്റർ ഓഫീസ് ബാങ്ക്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. കാരണം എനിക്ക് എൻ്റെ വണ്ടി ബ്രൗണി, എൻ്റെ വണ്ടീൻ്റെ NOC വന്നിട്ടുണ്ട്, അതുകൊണ്ട് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവരും വ്ളോഗ് കാണാൻ കണ്ടിന്യൂ ആയിട്ടിരിക്കുക. ഓക്കെ, ഞാൻ പെട്ടെന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. ഫൈനലി ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. പിന്നെ ഹൈ പറ ടെറർക്ക്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് കുറച്ച് തിരക്കുള്ള ദിവസമുണ്ടേ. അപ്പം ഞാൻ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പം ഞങ്ങൾ പോവാ. ചിരിക്കും ബിനോ, ചിരിക്കൂ. കയ്യിലെന്താ കാണിക്കും ബിന? കയ്യിൽ കുറച്ച് ജീൻസ് ഉണ്ട്. ആക്ച്വലി ഞാൻ ഓഫറിൽ എടുത്തിട്ടുണ്ടായിരുന്നു 3 ജീൻസ്. അത് നല്ല നീളമുണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ ഹൈറ്റ് അത് കാരണം എനിക്ക് ഭയങ്കര നീളം. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്യാൻ കൊടുക്കണം. അപ്പം ഞങ്ങൾ പോകാൻ റെഡിയായി. അപ്പം നിങ്ങൾ വിചാരിക്കും ഗേറ്റ് തുറന്ന് എവിടെ പോകണമെന്ന്. അപ്പം എൻ്റെ വണ്ടി അവിടെ ഉണ്ട്. അപ്പോൾ വണ്ടി എടുത്തിട്ട് വേണം പോവാൻ. എവിടേക്ക് വന്നിരിക്കും പിന്നെ മാഡം ഹലോ മാഡം. അതെ ആണോ, താങ്ക് യു. ആണോ, തീർച്ചയായിട്ടും വരാം. അപ്പോൾ എൻ്റെ അനിയത്തി ഉണ്ടല്ലോ, അവൾക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ വന്നിരിക്കുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ. ഇരിക്കൂ ബിന, ഇരിക്കൂ. ഞാൻ ജീൻസ് കട്ടയും കൊണ്ടുവന്നിരിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ജീൻസ് നല്ല നീളമാണെന്ന്. കാരണം ഞാൻ ഹൈറ്റിലത് കാരണം എൻ്റെ എല്ലാ ജീൻസും നല്ല നീളമുണ്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ എനിക്ക് ഫിറ്റാവും. അതുകൊണ്ട് ഇതിൻ്റെ ചെറിയൊരു ലൂസാണ് ഇവിടെ ആയിട്ട്. ജസ്റ്റ് ഒന്ന് അരയിഞ്ച് പിടിച്ച് എനിക്ക് പെർഫെക്റ്റ് ആവും. ഇടുപ്പ് ശരിയായാൽ എനിക്ക് ഇവിടെ കൊള്ളില്ല, ഇവിടെ കൊണ്ടാൽ ഇവിടെ എനിക്ക് വീട് നല്ല ഒരു ലൂസായിരിക്കും. അതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു അവസ്ഥ. തടി വെച്ചാലേ ഇതാ തോന്നുന്നത് അവസ്ഥ. ഞാനിപ്പോൾ ഇൻഡസ് ബാങ്കിൽ വന്നിരിക്കാം കേട്ടോ. നമ്മുടെ NOC കിട്ടിയിട്ടുണ്ട് വണ്ടിയുടെ. അപ്പോൾ അതിൽ സീൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ആർട്ട് ഓഫീസിൽ പോകണം. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പൊല്യൂഷൻ ചെക്ക് ചെയ്യാൻ വന്നിരിക്കാം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം RT ഓഫീസിൽ പോയി. അങ്ങനെ ഞാൻ നമ്മുടെ ആർട്ട് ഓഫീസിൽ എത്തി കേട്ടോ. അപ്പോൾ അവിടെ കൊടുക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കവറിന് അഡ്രസ്സ് സെറ്റിപ്പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ള ഷീറ്റ് പേപ്പറിൽ എഴുതിയിട്ടുണ്ട് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. RT ഓഫീസിൽ പോയപ്പോൾ ഭയങ്കര തിരക്കൊന്നാമത്. പിന്നെ ഒന്നും സൈറ്റ് ബിസി. കാരണം നമ്മുടെ ആപ്ലിക്കേഷനുകൾ കൊടുക്കുമ്പോൾ നമുക്ക് RCB ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വന്നിട്ട് ഒരു OTP വരും കേട്ടോ. പക്ഷേ OTP എൻ്റെ ഫോണിൽ വരുന്നില്ല. ഞാൻ പക്ഷേ എൻ്റെ മാത്രമാണ് വിചാരിച്ചു. അങ്ങനെയല്ല, എല്ലാവരുടെയും ഫോണിൽ OTP വരുന്നുണ്ട്. ഒരു ഹാഫ് ആൻ അവർ കണ്ടേ വരും. പക്ഷേ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം നമുക്കത് 5 മിനിറ്റ്സിനുള്ളിൽ OTP നമുക്ക് പറയണം. പിന്നെ അത് കാരണം ഞാൻ ഉണ്ടാണ്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ ഞാൻ തിരക്കുണ്ടായിരുന്നു. പിന്നെ OTP വരുന്നുണ്ടായിരുന്നു. ഞാൻ നേരെ നമ്മുടെ LIC ഓഫീസറിൽ ചെറിയൊരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ 2 മണി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. ഇന്നത്തെ പരിപാടി നല്ല തിരക്കുള്ള പരിപാടിയാണ്. നാടൻ സംഭാരമാണ്. പശുമ്പാൽ ഉണ്ടാക്കിയ സംഭാരം ഞാൻ ഉണ്ടാക്കിയതാണ്. പാക്കറ്റ് പാൽ പോയിട്ടില്ലേ?
വീതി സംഭരം വെയിൽ കാലത്ത് ചിറ്റി റോഡാണല്ലേ? ചിറ്റി റോഡിന്റെ അവിടെ പാലക്കാട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആയിട്ട് കൊടുമ്പ്. ഇതെല്ലാം കാണുന്നത് രാവിലെ മുതൽ ഫുൾ തിരക്കായിരുന്നു. ഞാൻ എന്താ പറയുക, ബിസി ഡേ എന്നും പറയാം. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഒരു നേന്ത്രപ്പഴം, ഫുൾ നേന്ത്രപ്പഴം ആൻഡ് ഒരു ചായ കാക്കി പാൽ ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി സമയം ഏകദേശം 3 മണിയൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്. മലബാർ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മുടെ ഫ്രൈഡ് റൈസ്, വെജ് ഫ്രൈഡ് റൈസാണ് കഴിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടും കുറച്ചും കൂടി പരിപാടിയുണ്ട്. അതിൻ്റെ അനിയത്തി വേണ്ടിയിട്ട് എന്താ പറയുക, സ്റ്റോൺസും ബീഡ്സൊക്കെ വാങ്ങിക്കണം. അതും കൂടി കഴിഞ്ഞ് പിന്നെ ജീൻസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും വാങ്ങിക്കണം. കുറച്ചും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് പണി ഫുള്ളും കഴിഞ്ഞാൽ എല്ലാവരും ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, ഇത് 3. പിന്നെ ഇത് അങ്ങനെ ഞാനിപ്പോൾ MK സിൽക്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഡ്രസ്സൊക്കെ വന്നിരിക്കുകയാണ്. പക്ഷേ എനിക്കല്ല ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുന്നത്, എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ കളക്ഷൻസ് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ സ്റ്റോക്ക് എന്തോ റിന്യൂ ചെയ്യുന്നത് കാരണം നല്ല രീതിയിൽ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ലെഹങ്ക സെക്ഷനിലാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. പക്ഷേ ലെഹങ്കാസൊക്കെ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. അതുപോലെ പക്ഷേ ഫുൾ ഹെവി വർക്കാണ്. ഈ എൻഗേജ്മെൻറ്റും പിന്നെ ബ്രൈഡൽ റിസപ്ഷൻ ഇടുന്ന പോലത്തെയൊക്കെ ആയിരുന്നു. അത് കാരണം എനിക്ക് പക്ഷേ ഇഷ്ടമൊക്കെയായി. പക്ഷേ നമുക്കത് ഭയങ്കര ഹെവി ആയത് കാരണം ഞാൻ ആ സൈഡിൽ നിന്ന് മെല്ലെ മാറിയിട്ട് ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ മിററിന്ന് കുറച്ച് നേരം അങ്ങനെ പോസൊക്കെ കൊടുത്ത് ഇങ്ങനെ പോസൊക്കെ കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ എടുത്തില്ല, ജസ്റ്റ് നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് ഫുൾ ബിസി ഡേ ആയിരുന്നു. അപ്പോൾ കുറേ ഇനിയും ഉണ്ട്, കുറച്ചും കൂടി ബിസി ഉണ്ട്. ബട്ട് ഫുള്ളും ബിസി. ഞാൻ വീഡിയോയിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ടൈം കുറച്ച് ഭയങ്കരമായിട്ട് വലുതാവും. അപ്പോൾ ഇത്രയും നേരം കണ്ട് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ പുതിയതായിട്ട് ആരെയും കാണുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കത് ഓക്കെ. അപ്പോൾ എൻ്റെ പഴയ സബ്സ്ക്രൈബർ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. നമുക്കത് ടാറ്റ ചെയ്യൂ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് തിരിച്ച് വീണ്ടും വരാം. ഓക്കെ, ടാറ്റ ചെയ്യൂ.